ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്ത ഷെല്ല് കൊണ്ട് ടുലിപ്സിൻ്റെ പൂക്കളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2026 ആദ്യത്തെ തീരുമാനമായിരുന്നു എൻ്റെ വീഡിയോസിനെല്ലാം ഞാൻ വോയിസ് കൊടുത്ത് ചെയ്യണം എന്നുള്ളത്. ഇനി നമുക്ക് ടൂത്ത് പിക്ക് ആവശ്യമാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട്. പിസ്ത ഷെല്ല് 3 പീസ് എടുത്തിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ മോഡലിൽ എന്താണ് ബഡ് പോലെ വരുന്ന രീതിയിൽ ടുലിപ്സിൻ്റെ ആകൃതിയിൽ നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ 3 പീസും കൂടി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടിയിലേക്കാണ് നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് സ്റ്റെമ്മായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് തന്നെ വോയിസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനങ്ങനെ ഒരു പൂ റെഡിയാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കളറിങ് പ്രോസസ്സിലേക്കാണ് കിടക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് യെല്ലോ കളറാണ് കൊടുക്കാം എന്ന് കരുതിയത്. അതിങ്ങനെ പൂവിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത ബ്രഷിൽ തന്നെ അറ്റത്തായിട്ട് കുറച്ച് റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഡുവൽ കളർ വരുന്ന ടുലിപ്സായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളർ ഷെയ്ഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കളർ മാത്രമല്ല, വേറൊരു ഓണിയൻ പിങ്ക് കളറും കൂടി ഞാൻ ഫ്ലവറായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്. ലീഫിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പേപ്പർ ടേപ്പാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ടേപ്പ് എടുക്കുക, അതിലേക്കൊരു കമ്പി ഇങ്ങനെ വെച്ച് കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് അത് അതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലീഫിൻ്റെ ആകൃതിയിലേക്ക് അതെന്താണെന്നൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഇലയുടെ കളറും കൂടി കൊടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ഇലയായിട്ട് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ടൈമിങ്ങിലേക്ക് കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇലയ്ക്ക് ഫുള്ള് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവിൻ്റെ സ്റ്റെമ്മ് റെഡിയാക്കാനായിട്ടാണ്. അത് എളുപ്പപ്പണി നോക്കിയതാണ്. കാരണം ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ടാകുമ്പോൾ മതിയായിരുന്നു ആ ടൂത്ത് പിക്കിൽ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റുന്നതാണ്. കാരണം പെയിൻ്റണമെന്ന് അത്രയും സമയം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട്. ഇനി അത് സെറ്റ് ചെയ്യുന്നതിന് ഞാൻ മറ്റേ കുൽഫിയുടെ മടക്കയാണ് എടുത്തിട്ടുള്ളത്. അത് കളർ ചെയ്തിട്ട് തെർമോക്കോൾ യൂസ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് പൂവെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഇലയും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുതേ.